സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദി അറേബ്യയിൽ നിയമലംഘനങ്ങളുടെ പേരിൽ 20,000-ലേറെ പ്രവാസികൾ അറസ്റ്റിലായി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും നടത്തിയ റെയ്ഡുകളിലാണ് താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 20,778 പ്രവാസികളെ സൗദി അധികൃതർ പിടികൂടിയത്. ഒക്ടോബർ 31-നും നവംബർ 6-നും ഇടയിൽ നടത്തിയ റെയ്ഡുകളിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. നേരത്തെ വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിയിലായ 9,254 പ്രവാസികളെ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ 11,523 പ്രവാസികൾ താമസ നിയമങ്ങൾ ലംഘിച്ചതിനാണ് പിടിയിലായത്. 5,711 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 3,544 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു. അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് അതിർത്തികൾ വഴി രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,569 പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്. ഇങ്ങനെ അറസ്റ്റിലായവരിൽ 73% എത്യോപ്യക്കാരും 24% യമനികളും ബാക്കി 3% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച 63 പേരെയും അധികൃതർ പിടികൂടി. കൂടാതെ നിയമലംഘകർക്ക് സൗകര്യമൊരുക്കുകയും അഭയം നൽകുകയും ജോലി നൽകുകയും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്ത 15 വ്യക്തികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ 20,363 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ വ്യക്തമാക്കി. ഇതിൽ 2,448 പേർ സ്ത്രീകളാണ്. ഇവരിൽ 12,138 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. 3,128 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതേസമയം നിയമലംഘകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ഇവർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ജോലി നൽകുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം കാണുന്നത്. ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 1,00,000 റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. അതിനു പുറമെ ഈ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും നിയമ നടപടിക്ക് വിധേയമാക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് അസാധാരണമായ സന്ദർഭങ്ങളിൽ പോലും ട്യൂഷൻ ഫീസ് 15%-ൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാകില്ലെന്ന് അബുദാബിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് വ്യക്തമാക്കി. അസാധാരണമായ വർധനവിന് അംഗീകാരം തേടുന്നതിന് മുമ്പ് ഒരു കൂട്ടം നിബന്ധനകൾ പാലിക്കണമെന്നും ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കുന്നു. അബുദാബിയുടെ വിദ്യാഭ്യാസ ചെലവ് സൂചികയെ അടിസ്ഥാനമാക്കി അസാധാരണമായ ട്യൂഷൻ ഫീസ് വർധനവിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഫീസ് വർദ്ധിപ്പിക്കാൻ യോഗ്യത നേടുന്നതിന് സ്കൂളുകൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ സാമ്പത്തിക നഷ്ടം തെളിയിക്കുകയും ഈ കാലയളവിലെ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക പ്രസ്താവനകൾ നൽകുകയും വേണം. കൂടാതെ അവർ കുറഞ്ഞത് 3 വർഷമെങ്കിലും പ്രവർത്തിക്കുകയും സാധ്യതയുള്ള ലൈസൻസ് കൈവശം വയ്ക്കുകയും സ്കൂളിൻ്റെ ആകെ ശേഷിയുടെ കുറഞ്ഞത് 80% വിദ്യാർത്ഥികളെങ്കിലും നിലവിൽ പഠനം തുടരുകയും വേണം. അപേക്ഷയ്ക്ക് അടകിൻ്റെ അംഗീകാരം ലഭിച്ചാൽ ഓരോ അധ്യയന വർഷവും ഒരു തവണ ഫീസ് വർദ്ധിപ്പിക്കാൻ സ്കൂളുകൾക്ക് അനുമതി ലഭിക്കും. ഫീസ് വർധനയ്ക്കുള്ള സ്കൂളുകളുടെ ഏതൊരു അഭ്യർത്ഥനയും നിരസിക്കാനുള്ള അവകാശം ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരിക്കും. ഒരു അധ്യയന വർഷത്തിലെ ട്യൂഷൻ ഫീസ് കുറഞ്ഞത് 3 ഗഡുക്കളായിട്ടെങ്കിലും വിഭജിക്കണം. പരമാവധി 10 ഗഡുക്കൾ വരെയാകാം. ഫീസ് മുഴുവൻ 1-2 തവണകളായി ഈടാക്കാൻ പാടില്ലെന്നാണ് അർത്ഥം. പുതിയ നയമനുസരിച്ച് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 1 മാസം മുമ്പ് സ്കൂളുകൾക്ക് ആദ്യ ഗഡു പിരിച്ചെടുക്കാം. അംഗീകൃത ട്യൂഷൻ ഫീസിന്റെ 5% വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കാനും നയം സ്കൂളുകൾക്ക് അധികാരം നൽകുന്നു. എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്നും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 4 മാസം മുമ്പ് വരെ സ്കൂളുകൾക്ക് ഈ ഫീസ് ഈടാക്കാം. അത് വിദ്യാർത്ഥിയുടെ അവസാന ട്യൂഷൻ ഫീസിൽ നിന്ന് കുറയ്ക്കുകയും വേണം.
കൂടാതെ ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റുകൾക്ക് പകരമായി രക്ഷിതാക്കളിൽ നിന്നും ഏതെങ്കിലും സാമ്പത്തിക ഗ്യാരണ്ടി അഭ്യർത്ഥിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ സ്കൂളുകൾക്ക് അവകാശമുണ്ടായിരിക്കില്ല. വിദ്യാർത്ഥിയെ എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് സ്കൂളുകൾ പ്രീ ഡെപ്പോസിറ്റോ രജിസ്ട്രേഷൻ ഫീസോ മാതാപിതാക്കളിൽ നിന്നും അഭ്യർത്ഥിക്കരുത്. പുതിയ നയമനുസരിച്ച് സ്കൂളുകൾ ട്യൂഷൻ ഫീസ് 6 ഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ട്യൂഷൻ ഫീസ്, വിദ്യാഭ്യാസ റിസോഴ്സ് ഫീസ്, യൂണിഫോം ഫീസ്, ഗതാഗത ഫീസ്, പാഠ്യേതര പ്രവർത്തന ഫീസ്, മറ്റ് ഫീസുകൾ എന്നിവയാണത്. രജിസ്ട്രേഷൻ സമയത്ത് സ്കൂളുകൾ ഈ ഘടകങ്ങൾ രക്ഷിതാക്കളോട് വെളിപ്പെടുത്തണം. ബോർഡ് പരീക്ഷകൾക്ക് ന്യായമായ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് ഈടാക്കാനും നയം അനുവദിക്കുന്നു. എന്നാൽ അവ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിരിക്കണം. ഈ ഫീസ് ഡോക്യുമെന്റ് പ്രോസസ്സിംഗ്, മേൽനോട്ടം, മെയിലിംഗ് എന്നിവ പോലുള്ള ചെലവുകൾ ഉൾക്കൊള്ളണം. പുതിയ നയമനുസരിച്ച് സ്കൂളുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ വിശദമായ ട്യൂഷൻ പേയ്മെന്റ് ഷെഡ്യൂളുകൾ പോസ്റ്റ് ചെയ്യണം. കൂടാതെ ഈ ഷെഡ്യൂളുകൾ പാലിക്കുന്നത് സംബന്ധിച്ച് രക്ഷിതാക്കളുമായി കരാറിൽ ഏർപ്പെടാം. സാധാരണ സാഹചര്യങ്ങളിൽ സ്കൂൾ പരിശോധനകളിലെ റേറ്റിംഗ് അനുസരിച്ച് മാത്രമേ സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ അനുവാദമുള്ളൂ. രാജ്യത്തെ IT, സാമ്പത്തിക രംഗത്തുള്ള ഇൻഷുറൻസ് കമ്പനികൾ, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സാങ്കേതിക മേഖലയിലെ സ്ഥാപനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ്, സപ്പോർട്ടീവ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക രംഗം, കല, വിനോദം, ഖനനം, ക്വാറി, നിർമ്മാണ വ്യവസായങ്ങൾ, മൊത്ത ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ, ഗതാഗതം, സംഭരണ മേഖല, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിൽ സ്വദേശി നിയമനം UAE നിർബന്ധമാക്കുന്നു. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഒരു സ്വദേശിയെ നിർബന്ധമായും നിയമിച്ചിരിക്കണം. ഡിസംബർ 31 മുമ്പ് നിയമനം പൂർത്തിയാക്കണമെന്നും വൈകിയാൽ നടപടികൾ സ്വീകരിക്കുമെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിലവിലുള്ള സ്വദേശികളെ നിലനിർത്തിയായിരിക്കണം പുതിയ നിയമനം. ഇതിനായി സമയപരിധി അവസാനിക്കുന്നതുവരെ കാത്തിരിക്കരുതെന്നും കമ്പനികളെ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ എല്ലാ സ്വദേശി ജീവനക്കാരുടെയും വിശദാംശങ്ങൾ രാജ്യത്തെ ജനറൽ പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. നിയമനം ലഭിച്ചവരുടെ വേതനം WPS വഴി വിതരണം ചെയ്യണം. ഓരോ വർഷവും സ്ഥാപനത്തിലെ സ്വദേശി പ്രാതിനിധ്യം കൂട്ടുന്ന തരത്തിലായിരിക്കണം സ്വദേശിവൽക്കരണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അതിനാൽ ഈ വർഷം സ്വദേശിയെ നിയമിച്ചവർ അടുത്ത വർഷം മറ്റൊരു സ്വദേശിയെ നിയമിക്കണം. അതേസമയം 20-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനികൾക്ക് ഈ നിയമം ബാധകമല്ല. വേഗത്തിൽ വളരുന്ന അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള കമ്പനികളെ മാത്രമാണ് സ്വദേശിവൽക്കരണ നിയമന പരിധിയിൽ ഉൾപ്പെടുത്തിയത്. ഈ വർഷത്തെ നിയമന ക്വാട്ട നികത്താത്ത കമ്പനികൾക്ക് മന്ത്രാലയം ജനുവരിയിൽ 96,000 ദിർഹം സാമ്പത്തിക ബാധ്യത ചുമത്തും. അടുത്ത വർഷവും നിയമനം പൂർത്തിയാക്കാതിരുന്നാൽ കമ്പനികൾ മന്ത്രാലയത്തിൽ 1.08 ലക്ഷം ദിർഹമായിരിക്കും അടയ്ക്കേണ്ടത്. യോഗ്യരായ സ്വദേശികളെ ലഭിക്കാൻ സർക്കാർ നിയമന കൗൺസിലായ നാഫിസുമായി സഹകരിക്കാനും കമ്പനികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. സ്വദേശികളെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും കമ്പനികളെ ബോധ്യപ്പെടുത്താൻ നാഫിസ് ശില്പശാലകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വ്യാജ നിയമനങ്ങളിലൂടെ സ്വദേശിവൽക്കരണം മറികടക്കാൻ ശ്രമിക്കുന്നവർക്ക് വൻതുക പിഴ ചുമത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.